ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമുക്ക് 8ാം ക്ലാസ്സിൽ അറബിക്കിൽ ഓണം എക്സാമിന് പ്രത്യേകിച്ചും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ തരും ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇവിടെ കൊടുത്ത എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ. കാലൽ ജബലു ലി സഹൽ, സഹലിനോട് മല പറഞ്ഞു. എന്താ പറഞ്ഞത്? സഹലിന് താഴ്വരയോട് മല പറഞ്ഞു, ജബൽ പറഞ്ഞു. അന അക്ബറുൻ, ഞാനാണ് ഏറ്റവും വലുത്. മിൻക യാ സഹലെ, നിന്നേക്കാൾ ഏറ്റവും വലുത് ഞാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കൊടുത്തെന്താണ്? ബ്രാക്കറ്റിൽ ഇവിടെ എന്ത് ചെയ്തു? ബ്രാക്കറ്റിൽ കബീർ എന്ന് കൊടുത്തു അല്ലേ? കണ്ടോ നിങ്ങൾ? എന്നിട്ട് അതിൻ്റെ ഏറ്റവും വലുത് എന്നുള്ള ഒരു ഫോം, അക്ബർ എന്നുള്ള ഫോം കൊണ്ടാണ് അവിടെ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്തത്. നമ്മളോട് പറയാണ്, നമുക്കിവിടെ ബ്രാക്കറ്റിൽ വേറെയും വാക്കുകൾ തന്നിട്ട് പറയാണ്, നിങ്ങൾ ഇവിടെ അക്ബർ പോലത്തെ വേർഡ് വെച്ചിട്ട് ഫില്ല് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. അതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ബേസിക്കലി എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് അറിയാമോ? ഇത് അഫ്അലുൻ എന്നുള്ള മോഡലിലാണ് ഈ വാക്ക് വരിക. എന്താണ് അഫ്അലുൻ? ഏറ്റവും വലുത് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ലത് എന്ന അർത്ഥം വരുന്ന വാക്കാണ് എന്ത്? അഫ്അലുൻ. ഏറ്റവും വലുത് എന്നുള്ള അക്ബറിൻ്റെതാണ്. ഏറ്റവും നല്ല പ്രവൃത്തി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരിക, അഫ്അലുൻ. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ജമീൽ അല്ലേ? ജമീൽ നമ്മൾ എന്ത് ചെയ്യണം? അഫ്അൽ എന്ന മോഡലൊക്കെ എഴുതി എന്ത് കിട്ടും നമുക്ക്? അജ്മലുൻ ഉണ്ടോ? അജ്മലുൻ എന്ന് കിട്ടും. അജ്മലുൻ, ജമീൽ എന്നുള്ളതിനെ അജ്മൽ എന്ന് വരണ്ട. ജമീൽ ഈ ഒഴിവാക്കിയിട്ട് അൽഫ് ഫസ്റ്റ് ചേർത്ത് അജ്മലു, ജമീൽ നമ്മൾ എന്ത് ചെയ്യണം? അജ്മൽ. അപ്പോൾ അവിടെ അന അജ്മൽ എന്ന് ചേർത്തിട്ട് എന്ത് ചെയ്യണം? ഇതേപോലെ എഴുതണം. ഓക്കെ, ബാക്കി ഈ എക്സാമ്പിൾ അതേപോലെ എടുത്ത് മാറ്റി എഴുതിയാൽ മതി. ഓക്കെ, ഇനിയോ ഇവിടെ തൊവീലുൻ, തൊവീലുൻ എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? അഫ്അൽ മോഡലൊക്കെ എങ്ങനെ എഴുതാം? അത്വലുൻ ഉണ്ടോ? അത്വലുൻ എന്ന് എഴുതിയാൽ തൊവീൽ എന്നുള്ളതിൻ്റെ അഫ്അൽ വസ്നിൽ അഫ്അൽ രൂപത്തിൽ വരുന്ന വാക്കാണ് അത്വലുൻ ഉണ്ടോ? ഓക്കെ, ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പരിചയപ്പെടുത്തൊരു നിങ്ങൾ ഓൾറെഡി പഠിച്ചൊരു ഫോർമാറ്റ് ആയിരിക്കും. ഇതിൻ്റെ മീനിങ് പറയുന്നില്ല, കാരണം ഈ ഫോർമാറ്റ് തന്നെ ചോദിച്ചോളണമെന്നില്ല. പക്ഷേ ഉത്തരമായിട്ട് വരേണ്ടത് ഈ വാക്കുകളുടെ ഈ ഒരു രൂപം, ഈ സ്ട്രക്ചർ നിങ്ങൾക്ക് എഴുതാൻ അറിയുമോ എന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഈ സ്ട്രക്ചർ എഴുതാനാണ് പഠിക്കേണ്ടത്. എക്സാമ്പിൾ ചിലപ്പോൾ ഈ ടൈപ്പിൽ വന്നോളണം, ഏത് ടൈപ്പിലും ചോദിക്കാം. പക്ഷേ എൻ്റെ ആൻസർ ഇതിലായിരിക്കും വരാം. ഇനി നമുക്കിവിടെ വേറെ ചില വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ നമ്മൾ പഠിച്ച ആരുടെ വാക്കാണ്? സഈറുൻ അല്ലേ? സഈറുൻ. സഈർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെറുത്. അതിൻ്റെ അഫ്അൽ മോഡൽ എന്താ വരിക? അസ്അറുൻ. അസ്അറുൻ. ഇനിയോ വേറൊന്നാണ് കവിയുൻ. കവിയുൻ, പവർഫുൾ എന്നാണ് അർത്ഥം. അതിൻ്റെ അഫ്അൽ മോഡൽ വാക്കാണ് അക്വാ. അക്വാ എന്നാണ് അതിന് വരിക. ഇനിയോ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ ഉലുവ്. ഉലുവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉലുവ് എന്ന് പറഞ്ഞാൽ ഉയരം എന്നാണ് അർത്ഥം അല്ലേ? ജബൽ അതിൻ്റെ ഉലുവിനെ കുറിച്ച് പറഞ്ഞു. അതിന് ഏറ്റവും ഉയരമുള്ളതിന് എന്താണ് പറയുക? അഅ്ലാ. അഅ്ലാ എന്നാണ്. ഇനി ഹുൽവ് ഉണ്ട്. ഹുൽവ്. ഹുൽവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുൽവ് എന്ന് പറഞ്ഞാൽ മധുരമുള്ളത് അല്ലേ? ഹുൽവത്ത്. അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അഹ്ല, ഏറ്റവും മധുരമുള്ളത്. ഏറ്റവും മധുരമുള്ളത് അഹ്ല എന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെയോ വുസ്അത്ത് ഉണ്ട്. വുസ്അത്ത് വിശാലമായത്. വുസ്അത്തുൻ, വിശാലമായത്. അതിൻ്റെ ഏറ്റവും വിശാലമായതിന് എന്താ പറയുക? അന ഔസഉ എന്ന് പറഞ്ഞില്ലേ? സഹൽ പറഞ്ഞില്ലേ? ഔസഉൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ഇതൊക്കെ. ഇതൊക്കെ തന്നെ ആയിരിക്കും പരീക്ഷയ്ക്ക് വരിക. അതുകൊണ്ട് ഈ അഫ്അൽ രൂപത്തിൽ വരുന്ന ഈ വാക്കുകൾ നമ്മൾ പഠിച്ചു വെക്കുന്നതാണ്. അക്ബർ, അജ്മൽ, അത്വൽ, അഅ്ല, അഹ്ല, ഔസഅ, അസ്അർ, അഖ്വ. ഇതൊക്കെ നമ്മളൊന്ന് എന്ത് ചെയ്യുക? നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വാക്കുകൾ എഴുതാനുള്ള ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾ ഫസ്റ്റ് ടേം ഓണം പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പാരഗ്രാഫ് പൂരിപ്പിക്കാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എക്സാമ്പിൾ തന്നിട്ടായിരിക്കും, ചിലപ്പോൾ വൺ വേർഡ് മാച്ച് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തത്. എന്തായാലും ഈ ഒരു ടേമിലുള്ള വാക്കുകൾ എഴുതാനുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യും? വരും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള തന്നിട്ടുള്ള നിങ്ങൾ വാക്കുകൾ തന്നിട്ടുള്ള ഈ ബ്രാക്കറ്റ് തരുന്ന വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? അക്ബർ ചില അഫ്അൽ മോഡലുള്ള വാക്കിലേക്ക് മാറ്റണം. ആ വാക്കുകൾ ഏറെക്കുറെ ചോദിക്കാൻ സാധ്യതയുള്ള വാക്കുകൾ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 3 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഷുവറായിട്ട് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, റെഡിയാണല്ലോ? ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.